ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലിയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. 2 ബുക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ബുക്കിൽ 9ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം, സ്പേസ് എ വേൾഡ് ഓഫ് വണ്ടേഴ്സ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 30ഓളം ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും മനസ്സിലാവും, ഞാനിവിടെ പറയാൻ പോകുന്ന ബഹുഭൂരിപക്ഷം കാര്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അതായത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ. പ്രത്യേകിച്ചും സ്പേസ് എന്ന് പറയുന്നത് കേരള PSCയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് കൂടുതലും ഭൂരിഭാഗവും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഭൂമിയുടെ കൃത്യമായ ആകൃതിയാണ്, അതിൻ്റെ പേരാണ് ജിയോയിഡ് എന്നാണ് പറയാം. നമ്മൾ സോഷ്യൽ സയൻസിലും ഇതൊന്ന് കണ്ടാണ്. ഭൂമിയുടെ കൃത്യമായ ആകൃതിയുടെ പേരാണ് ജിയോയിഡ് എന്ന് പറയും. അപ്പം നേരത്തെ PSC ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് 5-6 കൊല്ലം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് അതിൻ്റെ ആൻസർ സ്പിറോയിഡ് എന്നായിരുന്നു. ഓക്കെ, ഇനിയിപ്പം അങ്ങനെ സ്പിറോയിഡ് എന്നുള്ള കാര്യം ഓപ്ഷനിൽ കാണില്ല, ജിയോയിഡ് എന്ന് തന്നെ ഉണ്ടാവും. ഓക്കെ, ഇത് പുതിയ ബുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2019 പബ്ലിഷ് ചെയ്ത ബുക്കാണ്. അതുകൊണ്ട് ഇനി മുതൽ കീയൊക്കെ ജിയോയിഡ് തന്നെ ആയിരിക്കും. അപ്പം ഭൂമിയുടെ കൃത്യമായ ആകൃതിയാണ് ജിയോയിഡ് എന്ന് പറയാം. അതുപോലെ ആദ്യമായി ബഹിരാകാശത്ത് കാലുകുത്തിയ വ്യക്തിയുടെ പേരാണ് യൂറി ഗഗാറിൻ. ഈ കാണുന്ന യൂറി ഗഗാറിൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശം അറിയപ്പെടുന്ന പേരാണ് സ്പേസ് അഥവാ ബഹിരാകാശം. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. യൂറി ഗഗാറിൻ സഞ്ചരിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരാണ് വോസ്റ്റോക്ക് 1. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ തന്നിരിക്കുന്നത്. യൂറി ഗഗാറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. യൂറി ഗഗാറിൻ സഞ്ചരിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ്? വോസ്റ്റോക്ക് 1. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത് എന്നാണ്? 1961 ഏപ്രിൽ 12-ാം തീയതിയാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത്. ഈ ബഹിരാകാശവും ചന്ദ്രനും ഒക്കെ തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്. ബഹിരാകാശം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബഹിരാകാശത്ത് എത്തിയ ആദ്യ വ്യക്തിയാണ് യൂറി ഗഗാറിൻ. എന്നാണ് എത്തിയത്? 1961 ഏപ്രിൽ 12-ാം തീയതി. അതുപോലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പുട്നിക് 1 ആണ്. സ്പുട്നിക് 1 ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അതുപോലെ അത് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? വിക്ഷേപിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. ഇന്നത്തെ റഷ്യ സോവിയറ്റ് യൂണിയനാണ് അത് വിക്ഷേപിച്ചത്. ഓക്കെ, സ്പുട്നിക് 1 പറ്റി ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്പുട്നിക് 1 വിക്ഷേപിച്ചത് എന്നാണ്? 1957 ഒക്ടോബർ 4-ാം തീയതിയാണ് സ്പുട്നിക് 1 എന്ന സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. ഓക്കെ, അതുപോലെ ബഹിരാകാശ വാരം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ്. ആ ഒരാഴ്ചയാണ്, 4 മുതൽ 10 വരെയുള്ള ആ ഒരാഴ്ചയായിരിക്കും നമ്മൾ ബഹിരാകാശ വാരം ആഘോഷിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒക്ടോബർ 4-നാണ് 1957 ഒക്ടോബർ 4-നാണ് ആദ്യത്തെ സാറ്റലൈറ്റ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. അതിനുശേഷം 1959 ഒക്ടോബർ മാസത്തിൽ തന്നെ 10-ാം തീയതി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകുന്നുണ്ട്. അതായത് അതിൻ്റെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി പ്രാബല്യത്തിൽ വരുന്നത്. 1959 ഒക്ടോബർ 10-ാം തീയതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ എല്ലാ വർഷവും ഒക്ടോബർ 4 മുതൽ 10 വരെ നമ്മൾ ബഹിരാകാശ വാരം ആചരിച്ച് പോരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ചോദിച്ചിട്ടുള്ളത് സ്പുട്നിക് 1 പറ്റിയുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. വർഷം എന്താണ്? 1975 ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. അതുപോലെ 1957 സോവിയറ്റ് യൂണിയൻ്റെ വിക്ഷേപണ ദൗത്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവി ഏത് എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. അതൊരു നായയാണ്, ലൈക്ക എന്നാണ് ആ നായയുടെ പേര്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1957 സോവിയറ്റ് യൂണിയൻ്റെ വിക്ഷേപണ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ബഹിരാകാശത്ത് എത്തിയ ജീവി ഏതാണ്? ലൈക്ക എന്ന നായയാണ്. അതുപോലെ അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്നത് എന്നാണ്? 1958 57 റഷ്യ, 58 അമേരിക്ക. അതുപോലെ മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ള റോക്കറ്റുകളിൽ ഏറ്റവും വലുതിൻ്റെ പേരാണ് സാറ്റേൺ 5. നിർമ്മിച്ചത് അമേരിക്കയാണ്. ഓക്കെ,
സാറ്റേൺ 5 അമേരിക്ക USA. അതുപോലെ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കൽപ്പന ചൗള ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കൽപ്പന ചൗളയെ പറ്റി. കൽപ്പന ചൗള തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയിൽ മരണപ്പെടവെ സഞ്ചരിച്ചിരുന്ന പേടകത്തിൻ്റെ പേരെന്താണ്? കൊളംബിയ സ്പേസ് ഷട്ടിൽ എന്നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൊളംബിയ സ്പേസ് ഷട്ടിൽ വെച്ചിട്ടാണ് കൽപ്പന ചൗള മരിക്കുന്നത്. ഓക്കെ, ഇവർ അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയുണ്ട്, സുനിത വില്യംസിനെ പറ്റിയും ചോദിക്കാറുണ്ട്. സുനിത വില്യംസിൻ്റെ പേരിൽ ഒരുപാട് റെക്കോർഡുകളുണ്ട്. അതായത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയ സ്ത്രീ എന്നുള്ള നിലയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് സുനിത വില്യംസ്. അതുപോലെ കൽപ്പന ചൗള പ്യുവർ ഇന്ത്യൻ ആണ്. അതുപോലെ അതേസമയം സുനിത വില്യംസ് ഇന്ത്യൻ വംശജയാണ്. രണ്ടുപേരും നാസയുടെ കെയർ ഓഫിലാണ് ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നത്, ISRO വഴിയല്ല. ഓക്കെ, അതുപോലെ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയവർ ആരെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. പണ്ടുപോലെ ചോദിക്കുന്നതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നീൽ ആംസ്ട്രോങ്. മിക്കപ്പോഴും നീൽ ആംസ്ട്രോങ് മാത്രമേ ഓപ്ഷൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അപ്പം നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത്. അതുപോലെ തന്നെ നീൽ ആംസ്ട്രോങ് മാത്രമല്ല, 3 പേരുണ്ടായിരുന്നു. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, അതുപോലെ തന്നെ മൈക്കിൾ കോളിൻസ്. ഈ മൈക്കിൾ കോളിൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പടത്തിൽ നടുക്ക് നിൽക്കുന്ന ആൾ. അദ്ദേഹമായിരുന്നു ആ ഒരു ബഹിരാകാശ വാഹനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്ന ആൾ, അല്ലെങ്കിൽ ഡ്രൈവർ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ആളാണ് മൈക്കിൾ കോളിൻസ്. അപ്പം കാല് കുത്തിയത് 2 പേരാണ്, നീൽ ആംസ്ട്രോങ്ങും അതുപോലെ തന്നെ എഡ്വിൻ ആൾഡ്രിനുമാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും ആദ്യത്തെ 2 മനുഷ്യർ. അതുപോലെ ആദ്യമായി മനുഷ്യർ ചന്ദ്രനിൽ എത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1969 ജൂലൈ 21 ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വർഷം തന്നെ ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയതെന്നാണ് 1969 ജൂലൈ 21. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ എത്തുവാൻ ഉപയോഗിച്ച പേടകം, അതിൻ്റെ പേരാണ് അപ്പോളോ 2. വിക്ഷേപിച്ചത് നാസയാണ്. ഓക്കെ, അതുപോലെ ചാന്ദ്രദിനം എന്ന് ചോദിക്കാറുണ്ട്. ചാന്ദ്രദിനം ജൂലൈ 21 ചാന്ദ്രദിനം. എന്തുകൊണ്ടാണ്? 1969 ജൂലൈ 21 മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായിട്ട് എത്തിയത്, അല്ലെങ്കിൽ കാലുകുത്തിയത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ചാന്ദ്രദിനം ജൂലൈ 21 ആഘോഷിച്ച് പോരുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാര് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായ്. അതുപോലെ വാർത്താവിനിമയത്തിന് സഹായിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇൻസാറ്റ്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്, ഇൻസാറ്റ് ചോദിക്കാറുണ്ട്. ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ടെലിവിഷൻ, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർനെറ്റ്, ഇതിനെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസാറ്റാണ്. ഇൻസാറ്റ് സീരീസിൽപ്പെടുന്ന സാറ്റലൈറ്റുകളാണ്. അതുപോലെ ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളുടെ സീരീസിന് പറഞ്ഞ പേരാണ് IRS, ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് IRS. IRSൻ്റെ റേഞ്ചിൽ പെടുന്ന ഒരുപാട് സാറ്റലൈറ്റുകളുണ്ട്. പ്രധാനമായിട്ടും കാലാവസ്ഥാ പഠനത്തിന് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ഏത് എന്നുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഏതാണ്? IRS ആണ്, ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ആണ്. അതുപോലെ വിദ്യാഭ്യാസ സൗകര്യത്തിന് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റിൻ്റെ പേരാണ് എഡ്യൂസാറ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം വിക്ടേഴ്സിൻ്റെ ചാനലിൽ പ്രക്ഷേപണം നടത്തുന്നത് എഡ്യൂസാറ്റ് എന്നുള്ള സാറ്റലൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പരിവേഷണ ദൗത്യം, അതിൻ്റെ പേരാണ് ചന്ദ്രയാൻ 1. എന്നാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22. അതുപോലെ ചന്ദ്രയാൻ 1ൻ്റെ വിക്ഷേപണ വാഹനം ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. PSLV C11. ഇന്ത്യയുടെ 2ാം ചന്ദ്രദൗത്യം, അതിൻ്റെ പേര് ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനത്തിൻ്റെ പേര് GSLV MK3M1. GSLV MK3M1 എന്നുള്ളതാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനത്തിൻ്റെ പേര്. ചന്ദ്രയാൻ 2ൻ്റെ വിക്ഷേപണ തീയതി 2019 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. 2019 ജൂലൈ 22. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. എന്നാണ് വിക്ഷേപിച്ചത് എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. 2013 നവംബർ 5 മംഗൾയാൻ വിക്ഷേപിക്കുന്നത്. അതുപോലെ ISROയുടെ സൗരദൗത്യത്തിൻ്റെ പേരാണ് ആദിത്യ. 2008 സാങ്ഷൻ ആയതാണ്. ഇതേവരെ നടന്നിട്ടില്ല. അന്നേ ഫണ്ടും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്തതാണ്. ഇതേവരെ നടന്നിട്ടില്ല. ആ ഒരു മിഷൻ്റെ പേരാണ്
ആദിത്യ L1 എന്നാണ് ആ ഒരു മിഷൻ്റെ പേര്. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബഹിരാകാശ സ്പേസ് ഏജൻസികൾ. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ അഥവാ സ്പേസ് ഏജൻസികൾ. അപ്പം ഇന്ത്യയുടെ നമുക്കറിയാം എന്താണ്, ഇന്ത്യയുടേത് ISRO ആണ് അല്ലേ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO. അതുപോലെ USAയുടേത് എന്താണ്, നാസയാണ് അല്ലേ, നാഷണൽ എയറോനോട്ടിക്സ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് നാസ. അതുപോലെ യൂറോപ്പിൻ്റേത് എന്താണ്, യൂറോപ്പിൻ്റേത് ESA എന്നാണ് അറിയപ്പെടുന്നത്, യൂറോപ്യൻ സ്പേസ് ഏജൻസി അഥവാ ESA. അതുപോലെ ജപ്പാൻ്റേത് ജാക്സയാണ്, JAXA. എന്താണ്, ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. അപ്പം ജപ്പാൻ്റേതും യൂറോപ്പിൻ്റേതും അവസാനം ഏജൻസികളാണ്. ഓക്കെ. അതുപോലെ റഷ്യയുടേത് RSA അഥവാ ചിലയിടത്ത് റോകോസ്മോസ് എന്ന് കാണാം. RSA അഥവാ റോകോസ്മോസ് ആണ് റഷ്യയുടേത്. അതുപോലെ ചൈനയുടേതാണ് CNSA അഥവാ ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ എക്സാമിൻ്റെ അകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം ജപ്പാൻ്റെ കേസ് എടുക്കാം, അതുപോലെ ചൈനയുടെ കേസ് എടുക്കാം. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകാൻ വേണ്ടി നമുക്ക് പ്രാസം കിട്ടുക ചൈനീസ് എന്നാണ് അല്ലേ, ചൈനീസ് നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നായിരിക്കും നമുക്ക് പറയാൻ വേണ്ടി എളുപ്പം. നമ്മൾ ചിലപ്പോൾ ഓപ്ഷനകത്ത് അതാ കാണുന്നുണ്ടെങ്കിൽ, ഓപ്ഷൻ എയും ബിയും അതാ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ എ മാർക്കുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ചൈനീസ് എന്നല്ല, ചൈന എന്നാണ്, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ. അതുപോലെ ജാക്സ, ജപ്പാനീസ് എന്ന് നമുക്ക് ആ ഒരു പ്രാസം വെച്ചിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ്റെ അകത്തും ജപ്പാനീസ് ഉണ്ടാവും, പക്ഷേ ജപ്പാൻ എന്നാണ്, ജപ്പാൻ അഥവാ ദ ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അപ്പം അത് ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം മാറി ചോദിക്കാറുണ്ട്. അതുപോലെ ഇവിടെ ISROയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ISROയുടെ ലോഗോയിൽ നിന്ന് പോലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയായിരുന്നു, ഒരു കളർ ISROയുടെ ലോഗോയിൽ ഒരു കളർ ഓറഞ്ചാണ്, മറ്റൊരു കളർ എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. എന്തായിരുന്നു, നീലയായിരുന്നു. അപ്പം ഇതാണ് ആ ഒരു ലോഗോ. അതുപോലെ ഈ കൊടുത്തിരിക്കുന്നത് സാറ്റേൺ 5 ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഏറ്റവും വലിയ റോക്കറ്റാണ്, ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ റോക്കറ്റാണ് സാറ്റേൺ 5. അതുപോലെ PSLV GSLV സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെഹിക്കിൾസാണ് PSLV. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് GSLV ആണ്. ഇതൊക്കെ PSLV GSLV എന്നൊക്കെ പറഞ്ഞാൽ അബ്രിവേഷനാണ്. ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. PSLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നുള്ളതാണ്. അതുപോലെ GSLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഓടിച്ചു വിട്ട് പഠിക്കുക വർഷങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് എഴുതി വെച്ചിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.